നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്കല്പം വെള്ളം തരൂ. അത് വളരെ നന്ദി. നിങ്ങളെ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഒരുപക്ഷെ കണ്ടു കാണും. പത്രത്തിൽ നിന്നെങ്കിലും. വിവേകിന്റെ സഹോദരനാണോ നിങ്ങള്? അല്ല. നിങ്ങൾക്ക് വിവേകിന്റെ ഛായ തോന്നിക്കുന്നു. ഞാൻ വിവേകാണ്. എന്താ എന്താ പറഞ്ഞത്? അതെ, കൊല്ലപ്പെട്ട വിവേക്. സത്യം പറ, നിങ്ങൾ ആരാ? സത്യ പറഞ്ഞ ഞാൻ വിവേകം. ഞാൻ മരിച്ചിട്ടില്ല. നിങ്ങളിപ്പോ ഇങ്ങോട്ട് കയറി വരുന്നതാ ആരെങ്കിലും കണ്ടോ? ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെയാണ് ഞാൻ ഇവിടെ വരെ വന്നത്. നിങ്ങൾ എന്തിനാ ഇവിടെ തന്നെ വന്ന് കയറിയത്? നിങ്ങളെ കാണാൻ, നിങ്ങളെ മാത്രം കാണാൻ വേണ്ടി. എന്നെയും നിനക്ക് അപായപ്പെടുത്തണം അല്ലേ? അതല്ലേ നീ ഇവിടെ എത്തിയതിന്റെ ഉദ്ദേശം? സത്യമായിട്ടും അല്ല. ഒരു രക്ഷ തേടി വന്നാണ് ഞാൻ. എന്നെ രക്ഷിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. ഞാൻ നിന്നെ രക്ഷിക്കണമെന്നോ? എങ്ങനെ? എന്തിനാ ഞാൻ നിന്നെ രക്ഷിക്കുന്നത്? പ്ലീസ്, എനിക്കിപ്പോ മറ്റാരെയും സമീപിക്കാനാവില്ല. ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറാവണം. നീ അടിമുടി ഒരു ദുരൂഹ കഥാപാത്രമാണ്. എന്റെ അമ്മയെ ജയിലിൽ അടയ്ക്കാൻ കാരണം നീയാ. എന്റെ അനിയത്തിക്ക് നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത വണ്ണം അപകടം ഉണ്ടാക്കി വെച്ചത് നീയാ. ജീവിച്ചിരിക്കുന്ന നീ ഇത്രയും കാലം മറഞ്ഞിരുന്നത് എന്റെ കുടുംബത്തിന് മൊത്തം ദോഷം ഉണ്ടാക്കാനായിരുന്നില്ലേ? അല്ല, ഒന്നും അറിയാനും കേൾക്കാനും പറ്റാത്തടത്ത് ഞാൻ പെട്ടുകിടക്കുമായിരുന്നു. ഈ ദിവസം വരെ ഞാൻ പുറം ലോകം കണ്ടിട്ടില്ല. എന്തുകൊണ്ട്? എന്നെ കൊല്ലാൻ വേണ്ടി ചിലരൊക്കെ തെരഞ്ഞു നടക്കുന്നുണ്ട്. പുറത്തിറങ്ങിയ ഏത് നിമിഷവും ഞാൻ കൊല്ലപ്പെട്ടേക്കാം. ആരാ അതിന് നിങ്ങളെ കൊല്ലാൻ നടക്കുന്നത്? അത് നിങ്ങൾക്കും അറിയാവുന്ന ഒരാളാണ്. ഞാനത് പറയാം. നീ പറയുന്ന കാര്യങ്ങൾക്ക് എന്ത് വിശ്വാസ്യതയാ ഉള്ളത്? ബ്ലാക്ക് മെയിലറും പെൺവാണിഭക്കാരനുമായ നിന്നെ ആര് വേണേലും കൊല്ലും. അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ശരിയാണ്. നിങ്ങൾ പറഞ്ഞ തൊഴിലുകളൊക്കെ ചിലപ്പോഴൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. സാഹചര്യങ്ങളുണ്ട്, ഞാനങ്ങനെ ചെയ്തു പോയതാണ്. പക്ഷെ അതൊക്കെ ഓർത്ത് അങ്ങേയറ്റം പശ്ചാത്തപിക്കുന്ന ഒരുത്തനാണ് ഞാൻ. ചെയ്തു പോയ തെറ്റുകൾക്ക് എന്ത് ശിക്ഷയും ഞാൻ അർഹിക്കുന്നവനാണ്. എനിക്കറിയാതെ. ശിക്ഷ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറുമാണ്. നീ എന്റെ അനിയത്തെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം നേടാൻ ശ്രമിച്ചതാണ് എല്ലാ ദുരന്തങ്ങൾക്കും കാരണമായത്. ഞങ്ങൾ അനുഭവിച്ച ദുരന്തങ്ങൾക്ക് പ്രതികാരമായി എനിക്ക് പോലും നിന്നെ കൊല്ലാൻ തോന്നുന്നുണ്ട്. നിങ്ങളുടെ കൈകൊണ്ടാണ് എനിക്ക് മരണം സംഭവിക്കുന്നെങ്കിൽ സന്തോഷത്തോടെ ഞാൻ ആ വിധി സ്വീകരിക്കും. ചെയ്തു പോയ തെറ്റുകൾ പ്രായശ്ചിത്തമായി ഞാനത് കരുതിക്കൊള്ളാം. നീരജയ്ക്ക് എന്നെ കുത്താൻ തോന്നിയത് ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ആ രാത്രിയിൽ എന്നെ കൊല്ലാനായി ആളുകൾ പിന്നാലെ ഉണ്ടായിരുന്നു. കൊലയാളിക്ക് എന്നെ പിടിക്കാൻ കഴിയാത്തത് ആ കുത്തേറ്റുകൊണ്ട് മാത്രമായിരുന്നു. ഈ സന്ദർഭത്തിൽ എന്നെ രക്ഷിക്കാൻ കഴിയുക അത് നീരജയുടെ സഹോദരിക്ക് മാത്രമാണ്. അതെങ്ങനെ? ഇപ്പോഴത്തെ നിലയിൽ ഞാൻ പുറത്തു കഴിയുന്നത് എനിക്ക് ആപത്താണ്. ഏത് വഴിക്കും ഏത് നിമിഷവും ആ കൊലയാളികൾ എന്റെ മുന്നിൽ വന്നേക്കാം. എന്റെ ജീവൻ അവരുടെ കത്തി മുന്നിലാണ് ഇപ്പോഴും. നിങ്ങളത് പറഞ്ഞില്ലല്ലോ. ആർക്കാ നിങ്ങളെ കൊല്ലേണ്ടത്? ദിയ. അവരുടെ പല രഹസ്യങ്ങളും എനിക്കറിയാം. ഞാൻ അവരോട് കൊടിയ വഞ്ചന കാണിച്ചു എന്ന് ആരോപിച്ചാണ് അവരെനിക്ക് വധശിക്ഷ വിധിച്ചത്. അതിനുവേണ്ടി അവരാളിൽ ഇപ്പോഴും നിയോഗിച്ചിട്ടുണ്ട്. കാരണം ഞാൻ മരിച്ചിട്ടില്ലെന്ന് അറിയാവുന്ന അല്പം ചിരിൽ അവരുമുണ്ട്. ഞാൻ ജീവിച്ചിരിക്കുന്നെന്ന് നീരജയുടെ സഹോദരിയുടെ പുറം ലോകം അറിയണം. അതുകൊണ്ടാണ് ഒരു അഡ്വക്കേറ്റായ നിങ്ങളുടെ മുന്നിൽ നിന്ന് ഞാൻ സറണ്ടർ ആവുന്നത്. ഞാൻ നാളിതുവരെ ചെയ്ത സകല കുറ്റങ്ങളും ഇത്രയും ദിവസം ഒളിവിൽ കഴിഞ്ഞതും
അതിനുള്ള കാരണങ്ങൾ എവിടെ വേണമെങ്കിലും ഞാൻ ഏറ്റുപറയാം. എന്നെ രക്ഷിക്കണം. ശരി, ഞാൻ നിന്നെ സഹായിക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ. നീ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ സത്യമായിരിക്കണം. പറഞ്ഞതൊക്കെ സത്യമാണ്. ഒരിക്കലും ഒരു കാരണവശാലും ഈ പറഞ്ഞതൊന്നും മാറ്റി പറയരുത്. ഇല്ല, ഒരിക്കലുമില്ല. സത്യം. ഞാനിപ്പോ സോഷ്യൽ മീഡിയ ലൈവ് പോവാണ്. സംഗതികൾ മുഴുവൻ നീ ഉൾപ്പെടെ ലോകത്തിന്റെ മുൻപിൽ ഇപ്പൊ അവതരിപ്പിക്കപ്പെടും. ശരി. ഞാൻ അഡ്വക്കേറ്റ് ശരണ്യ. ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് ഉണ്ട്. നിങ്ങളെ എല്ലാവരെയും അത് അറിയിക്കാൻ പോവാണ്. അതിന് മാത്രമായിട്ടാണ് ഞാനിപ്പോ ഈ ലൈവ് വന്നിരിക്കുന്നത്. പോലീസിന്റെ അനാസ്ഥയ്ക്കും അഴിമതിക്കും കാര്യക്ഷമതയില്ലായ്മയ്ക്കുമുള്ള ഏറ്റവും യുക്തിസഹമായ ദൃഷ്ടാന്തമാണ് എനിക്ക് നിങ്ങളുടെ മുൻപിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത്. വിവേക് മർഡർ കേസിനെ പറ്റി നിങ്ങൾക്കേവർക്കും അറിവുണ്ടാവുമല്ലോ. ആ കേസിൽ പോലീസ് കള്ളത്തെളിവുകൾ ചമച്ച് ഒരു നിരപരാധിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് ജയിലിലടച്ചത് ഏവരും കേട്ടുകാണും. നന്ദിത എന്ന നിരപരാധിയായ ആ സ്ത്രീയും കുടുംബവും അതിന്റെ പേരിൽ അനുഭവിച്ച യാതനകൾ സമാനതകളില്ലാത്തതാണ്. ഇപ്പൊ ഞാൻ നിങ്ങളെ അറിയിക്കാൻ പോകുന്ന ആ ഞെട്ടിക്കുന്ന വാർത്ത ഇതാണ്. കൊല്ലപ്പെട്ട വിവേക് ജീവനോടെ തിരിച്ചു വന്നിരിക്കുന്നു. സത്യം എല്ലാ കാലത്തും മൂടിവെക്കാൻ കഴിയില്ല. അതൊരിക്കൽ മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും എന്നതിന് ഇതിൽ പരം ഒരു തെളിവ് എന്താണ് വേണ്ടത്? ഇപ്പോൾ വിവേക് എന്റെ സമീപത്തുണ്ട്. അയാൾക്ക് 2 വാക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ഞാൻ കൊല്ലപ്പെട്ടതും അതിന്റെ പേരിൽ നാട്ടിലുണ്ടായ പുകലുകളും പോലീസ് അന്വേഷണവും ഒരു നിരപരാധിയെ പിടിച്ച് പ്രതിയാക്കി ജയിലിലടച്ചുവെന്നും എനിക്കറിയാൻ കഴിഞ്ഞിരുന്നില്ല. അതുപോലുള്ളവരടുത്ത് ഞാൻ ആത്മരക്ഷാർത്ഥം കഴിഞ്ഞു വരികയായിരുന്നു. ജയിലിൽ കഴിയേണ്ടി വന്ന നന്ദിത എന്ന സ്ത്രീ എന്നെ ഒന്നും നുള്ളി നോക്കിപ്പോലും ചെയ്തിട്ടില്ല. ഞാൻ ചെയ്ത തെറ്റിന് നന്ദിതയോടും കുടുംബത്തിനോടും പൊതുസമൂഹത്തിനോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. കണ്ടല്ലോ, വിവേക് ജീവിച്ചിരിപ്പുണ്ട്. ഇനി എന്തൊക്കെ തടസ്സങ്ങൾ തന്നെ ഉണ്ടായാലും നിയമം അതിന്റെ വഴിക്ക് നീങ്ങും. ഈ കേസിന്റെ കാര്യത്തിൽ പോലീസിനെ പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമായി കാണും. വിവേകിനെ പോലീസിന്റെ മുൻപിൽ ഹാജരാക്കുന്നത് അപകടമായിരിക്കുമെന്നും നമുക്ക് ബോധ്യമുണ്ട്. പക്ഷെ ജുഡീഷ്യറിയിൽ നമുക്ക് അങ്ങേയറ്റം വിശ്വാസമുണ്ട്. ഒരു സാധാരണ പൗരന് പരമമായ നീതി അവിടുന്ന് മാത്രമേ കിട്ടൂ. അതുകൊണ്ട് വിവേകിനെ ഞാൻ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കാൻ പോവുകയാണ്. നന്ദി. വീണ്ടും കാണാം. ഇനി ഒരു നിമിഷം പോലും കൂടുതലായി ഇവിടെ നിന്നുകൂടാ. ഇപ്പൊ തന്നെ ഇവിടുന്ന് മാറണം. എത്രയും പെട്ടെന്ന് നമുക്ക് കോടതിയിലെത്തണം. ശരി. കോടതിയിൽ എത്തിക്കിട്ടിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. വാ, വേഗം പോ.